വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും. 14 വർഷങ്ങൾക്ക് ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ മഞ്ജു വസന്തം എന്ന പേരിൽ പുതിയൊരു ഫാൻ പേജ് തുടങ്ങിയതിനെക്കുറിച്ച് ആരാധിക എഴുതിയ കുറിപ്പാണ് വൈറലാവുന്നത്. വിഷാദമടക്കമുള്ള പല അവസ്ഥകളിലും മരുന്നുപോലെ മഞ്ജു വാര്യർ വന്നതിനെ കുറിച്ചാണ് ആരാധകർ പറയുന്നത്. എത്ര ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം പകരുന്ന ഈ ലോകത്തെ ഒരേ ഒരു മെഡിസിൻ മഞ്ജു വാര്യരാണ്. മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ്. ആ സമയത്ത് അവരുടെ വാർത്തകൾ, പോസ്റ്റുകൾ ഒക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നത്. ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്കിന്ന് മഞ്ജു വാര്യർ എന്ന അത്ഭുതം. അവരെക്കുറിച്ചുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുക, അവർക്ക് നല്ലൊരു പിന്തുണയും എനിക്ക് ആവുന്ന തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക. ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു. ചിലരോടുള്ള പിന്നെ അതൊരു ആരാധനയായി. ഇന്ന് എന്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി. ചേച്ചി എന്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ്. ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു അഭ്യുതാകാംക്ഷി, എന്നും നന്മകൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായി എന്റെ പ്രാർത്ഥനകളും എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിന് താഴെ മഞ്ജു വാര്യർ പ്രചോദനമാണെന്ന് പറയുകയാണ് ആരാധകർ. ചതിച്ചവരെ കാലവും ദൈവവും വെറുതെ വിടില്ല. മകൾ കൂടി ഒറ്റപ്പെടുത്തിയിട്ടും പിടിച്ചു നിന്നില്ലേ? ഉള്ളിൽ ഒരുപാട് കരയുന്നുണ്ടാവും. പല സ്ത്രീകളും ഇന്നും മുന്നോട്ട് പോകുന്നതിന് മഞ്ജുവിന്റെ ജീവിതം ഒരു കാരണമാണ്. മഞ്ജു വാര്യർ ഒരിക്കലും തളരില്ല. അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഇതെല്ലാം കാലം തീർക്കും. അവരോട് ദൈവം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിച്ചോളും. മഞ്ജുവിനെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി തരും. പ്രായം 40-ന് മുകളിൽ ആയാൽ ഇനി ഒന്നും സാധിക്കില്ലെന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാനും അതിന് ശ്രമിക്കാനും പ്രചോദനം നൽകുന്നതും ഈ ഒരു മുഖമാണെന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത്. അതേസമയം വിടുതലൈ പാർട്ട് 2 ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടുമാരനാണ്. മികച്ച വിജയം നേടിയ വിടുതലൈ പാർട്ട് 2-വിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം. വേട്ടയനാണ് വിടുതലൈ പാർട്ട് 2-വിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസാകുന്നത്. മലയാളത്തിനു പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്.